ക്രിസ്തുദേവന്റെ അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ ഇന്ന് തിരുവത്താഴ ദിവ്യബലിയും കാൽക്കഴുകൽ ശുശ്രൂഷ ചടങ്ങും നടന്നു. വൈകുന്നേരം വീടുകളിൽ പെസഹ അപ്പം മുറിക്കും. കുരിശുമരണം വരിക്കുന്നതിന് മുമ്പ് യേശു തന്റെ 12 ശിഷ്യന്മാരോടൊപ്പം അന്ത്യത്താഴം കഴിച്ചതും വിശുദ്ധ കുർബാന എന്ന കൂദാശ സ്ഥാപിച്ചതും അനുസ്മരിച്ചുകൊണ്ടാണ് ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നത്. കടന്നുപോകലെന്നാണ് പെസഹ എന്ന വാക്കിനർത്ഥം. ഈജിപ്തിലെ ഫറവോയുടെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽ ജനം മോശയുടെ പ്രവാചകത്വത്തിൽ വിമോചിതരായതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. യേശു ശിഷ്യന്മാരോടൊപ്പം പെസഹ ആചരിച്ച വേളയിൽ എല്ലാവരിലും വലിയവൻ എല്ലാവരുടെയും സേവകനായിരിക്കണമെന്ന മാതൃക പകർന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനെ അനുസ്മരിച്ച എല്ലാ ദേവാലയങ്ങളിലും പുരോഹിതർ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ പാദം കഴുകുന്ന ശുശ്രൂഷയുണ്ടാവും. ഓശാന ഞായറാഴ്ച ആരംഭിച്ച വിശുദ്ധ വാരത്തിലെ 5-ാം ദിവസമാണ് പെസഹ. 50 നോമ്പിലെ അവസാന ആഴ്ചയാണിത്. ലത്തീൻ, സീറോ മലബാർ, മലങ്കര കത്തോലിക്ക, ജ്ഞാനായ സഭ, ഓർത്തഡോക്സ്, യാക്കോബായ സഭകളുടെ നേതൃത്വത്തിൽ വിവിധ ദേവാലയങ്ങളിൽ തിരുവത്താഴ ദിവ്യബലി, പൗരോഹിത്യ സ്ഥാപന അനുസ്മരണം, കാൽകഴുകൽ ശുശ്രൂഷ എന്നിവയും നടത്തും. വെള്ളയാംകുടി സെന്റ് ജോർജ് ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷ ചടങ്ങുകൾക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ നേതൃത്വം നൽകി. കാൽവരിക്കുന്നിൽ യേശു കുരിശുമരണം വരിച്ചതിന്റെ അനുസ്മരണത്തിൽ നാളെ ദുഃഖവെള്ളി ആചരിക്കും. ദുഃഖവെള്ളിയാഴ്ച യേശുവിന്റെ പീഡാസഹനം, കുരിശുമരണം, കബറടക്കം എന്നിവ അനുസ്മരിക്കുന്ന ശുശ്രൂഷ നടക്കുക. 3-ാം ദിവസം യേശുവിന്റെ ഉദ്ധാനത്തെ അനുസ്മരിച്ച ഞായറാഴ്ച ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നതോടെ വലിയ നോമ്പാചരണത്തിന് സമാപനം കുറിക്കും. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.